അവർക്ക് പറയാൻ ഉത്തരമുണ്ടെങ്കിൽ അവർ പറയുമായിരിക്കും. പക്ഷെ അതിൽ നിന്ന് എന്തുകൊണ്ട് അത് ചെയ്തു, നിങ്ങൾ എന്തിനാ അത് ചെയ്യാൻ പോയത്? ഇപ്പൊ രേഖ രതീഷ് എന്തിനാണ് അഞ്ചാമതൊരു വിവാഹം, ഇതിന്റെ ആവശ്യമുണ്ടോ എന്ന് ചോദിക്കുന്നിടത്താണ് പ്രശ്നമാവുന്നത്. ഇപ്പൊ എന്റെ സ്വാതന്ത്ര്യം തീരുന്നത് എന്റെ മൂക്കിന്റെ അറ്റത്താണ്, അതിനുശേഷം ബാക്കിയുള്ളവരുടെ ജീവിതമാണ്. അവിടെ പോയി എന്തിനാ അങ്ങനെ ചെയ്തു എന്ന് ചോദിക്കുന്നതിൽ കാര്യമില്ല. ബേസിക്കലി അതാണ് പ്രശ്നം. ഇപ്പൊ രേഖ പിന്നെ ക്രിറ്റിസിസം നിങ്ങളാണത് പറഞ്ഞത്, നിങ്ങൾ പറഞ്ഞത് വെച്ചിട്ടാണ് ഈ പ്രശ്നം മൊത്തം ഇവിടെ ഉണ്ടായത്. ഞങ്ങൾക്കെതിരെയാണ് അവർ സംസാരിച്ചതെന്ന് പോലും മനസ്സിലാക്കാത്ത സംസാരിക്കുന്ന ഒരു ചാനലിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഇവിടെ സംസാരിക്കാൻ പോകുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ രേഖാ രതീഷുമായിട്ട് ബന്ധപ്പെട്ട് ഒരു വിഷയം സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ആ വിഷയത്തില് രേഖാ രതീഷ് എന്ന് പറയുന്ന പ്രമുഖ സീരിയൽ ആക്ട്രസ് വന്നിട്ട് പറയുന്നുണ്ടായിരുന്നു അവരെ ഭയങ്കരമായിട്ട് സൈബർ ബുള്ളിങ് ചെയ്യുന്നു, അനാവശ്യമായിട്ട് അവരെ കുറിച്ച് ചില യൂട്യൂബ് ചാനലുകളിൽ സംസാരിക്കുന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ യൂട്യൂബ് ചാനലാണ് ഈ യൂട്യൂബ് ചാനൽ. ഈ യൂട്യൂബ് ചാനലിന്റെ പേര് അബാക് ഡിബേറ്റ്, ABACK, അബാക് ഡിബേറ്റ്. എന്തൊരു ഒരു ഡിബേറ്റ്. 41.6K സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഒരു ചാനലാണ്. ഈ ചാനലിനകത്താണ് ദിവസം ഒരു 3-4 ദിവസങ്ങൾക്ക് മുമ്പേ രേഖാ രതീഷിനെ കുറിച്ചിട്ടുള്ള സാധനങ്ങൾ ചർച്ച ചെയ്തത്. ആ ചർച്ചയിലേക്കൊക്കെ നമുക്ക് പോവാം. ഞാൻ അന്ന്, അതായത് ഈ രേഖാ രതീഷിന് വീഡിയോ ചെയ്ത ഇന്നലെ പറഞ്ഞ അഭിപ്രായങ്ങളൊക്കെ ആയിട്ട് ഇപ്പോഴും ഞാൻ അഭിപ്രായത്തിൽ നിന്നും പുറകോട്ട് പോകുന്നില്ല. അവർക്ക് ഒരു ചാനലാണ് അവരെ ബുദ്ധിമുട്ടിച്ചതെന്നുണ്ടെങ്കിൽ അവർക്ക് ആ ചാനലിന്റെ പേര് പറയായിരുന്നു. അതിന് പകരം എല്ലാ യൂട്യൂബ് ചാനലുകളെയും സംശയത്തിന്റെ നിഴലിലാക്കുന്ന പോലത്തെ രീതിയിലുള്ള സ്റ്റേറ്റ്മെന്റുകളാണ് അവർ നടത്തിയത്. അതിനോട് ഞാൻ ഇപ്പോഴും യോജിക്കുന്നില്ല. ഈ ഒരു വിഷയം വന്നപ്പോഴത്തേനും ഏതാണ് ഈ യൂട്യൂബ് ചാനൽ എന്ന് വളരെ രീതിയിൽ സെർച്ച് ചെയ്തിട്ടുണ്ടെന്ന് കണ്ടുപിടിക്കാൻ സാധിച്ചിട്ടില്ല. അങ്ങനെ ഇരുന്നപ്പോഴാണ് ദേവിന്റെ ചാനലിൽ ദേവ് ഇട്ട വീഡിയോയുടെ താഴെ ഈ മിസ് രേഖാ രതീഷ് ഒന്ന് കമന്റ് ചെയ്യുകയും അതിനെ തുടർന്ന് ദേവ് ഒരു കൊളാബ് അവർ ഇട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് ഇതാണ് ആ ചാനൽ എന്ന് മനസ്സിലായത്. അങ്ങനെ കയറി നോക്കിയപ്പോഴത്തേനും ഈ ചാനലിൽ ഇവര് വന്നിട്ട് എന്തൊക്കെയോ മണ്ടത്തരങ്ങൾ വിളിച്ച് പറയുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ നമ്മൾ കണ്ടുവച്ചിരിക്കുന്ന ഒരു സ്ട്രക്ചറിനെതിരായിട്ടും ഈ 5 വിവാഹം കഴിക്കുന്ന എന്തോ വലിയതായിട്ടും വിവാഹമേ എന്ന് പറയുന്ന ഒരു സാധനം മോശമായിട്ടുള്ള രീതി ഇപ്പൊ സംസാരിക്കുന്നു, നമുക്കതൊക്കെ കേൾക്കാം. ഇത് ഒരു പോഡ്കാസ്റ്റ് രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. പോഡ്കാസ്റ്റ് എന്ന് പറഞ്ഞാൽ അറിയാലോ, സംസാരിക്കുന്നു, ഏത് വിഷയങ്ങളെ കുറിച്ച് സംസാരിക്കുന്നു, ഒരു സ്ട്രക്ചറിന്റെ അണ്ടറിലല്ല സംസാരിക്കുന്നത്. സ്ട്രക്ചറിൽ അല്ലെങ്കിൽ പോലും നമ്മൾ ഏത് വിഷയത്തിനെ കുറിച്ചിട്ടാണ് സംസാരിക്കുന്നത്, ഏതൊക്കെ വ്യക്തിത്വങ്ങളെ ഇതിനകത്തേക്ക് വലിച്ചിടാം എന്നൊരു ബേസിക് ബോധം ഈ സംസാരിക്കുന്ന ആളുകൾക്ക് വേണം. നിങ്ങൾ ഈ ഒരു വിഷയത്തെ രേഖാ രതീഷിനെ കുറിച്ച് പറയുമ്പോൾ അതിനകത്ത് പല ആൾക്കാരും വലിച്ചിടുന്നുണ്ട്. അതിലേക്കൊക്കെ നമുക്ക് വരാം. നമുക്ക് ആദ്യം ഈ 3 ദിവസം മുമ്പേ ഇവരിട്ട ഇപ്പൊ രേഖാ രതീഷിന് സൈബർ ബുള്ളിങ് നേരിടുന്നു അല്ലെങ്കിൽ അവരെ മോശമായി ചിത്രീകരിക്കുന്നു എന്ന് തോന്നിച്ച വീഡിയോയിലേക്ക് നമുക്ക് പോവാം. നമ്മളിപ്പോ ആരും സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല, ഞാനത് പറയാത്തോണ്ടാന്ന് തോന്നുന്നു. നിങ്ങളൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക, ഈ വീഡിയോക്ക് ഒന്ന് ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, പറ്റുമെങ്കിൽ ഇത് ഷെയർ ചെയ്യുക, ഹൈപ്പൊക്കെ ചെയ്യുക കേട്ടോ. ഞാനിപ്പോ പറയാത്തോണ്ട് ഒരു ഒറ്റ മനുഷ്യൻ സബ്സ്ക്രൈബ് ചെയ്യുന്നില്ലെന്ന് മാത്രമല്ല, ചെയ്തു വെച്ചവന്മാരൊക്കെ അൺസബ്സ്ക്രൈബ് ചെയ്തു പോകുന്നുണ്ട്. അത് എന്തൊരു താങ്ക്യാന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. നിങ്ങൾക്ക് ഞാൻ ചെയ്യുന്നതിനകത്ത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ദയവ് ചെയ്ത് തന്നെ ഒന്ന് അറിയിക്കാൻ ശ്രമിക്കാം കേട്ടോ. നമുക്ക് ഏതായാലും ആ വീഡിയോയിലേക്ക് പോവാം. അഞ്ചാം വിവാഹം എന്ന് പറയുമ്പോൾ ഇപ്പോൾ എനിക്കാണെങ്കിൽ പോലും അഞ്ചാം വിവാഹം ചെറിയ പ്രായമാണ്. ഈ പറയുന്ന രേഖ എന്ന് പറയുന്ന ഒരു താരത്തിന്റെയാണ് ഈ ഒരു ന്യൂസ് കാർഡ് വന്നിരിക്കുന്നത്. അവരുടെ അഞ്ചാം വിവാഹം എന്ന് പറയുമ്പോൾ അവർക്ക് അത്ര വലിയ പ്രായമായിട്ടുള്ള ഒരു സ്ത്രീ ഒന്നുമല്ല. ഇതിനു മുൻപ് നമ്മൾ മറ്റൊരു സീരിയലിൽ തന്നെ സജീവമായി നിൽക്കുന്ന ഒരു സ്ത്രീ, എനിക്കൊന്നും പേര് എനിക്ക് ഓർമ്മയില്ല, ഒരു താടിയുള്ള ചേട്ടനും ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞത്, അത് വളരെ സന്തോഷത്തോടു കൂടി ഞാൻ നോക്കി കണ്ടിട്ട് കാര്യം. അവരുടെ രണ്ടാം വിവാഹമോ മറ്റാന്ന് തോന്നുന്നു. പക്ഷേ എത്രാമത്തെ ആയാലും വളരെയധികം സന്തോഷത്തോടു കൂടി അവരിപ്പോൾ മുന്നോട്ട് പോകുന്നു. ഒരുപാട് ഹെയ്റ്റ് കമന്റുകളൊക്കെ അതിന് വരുന്നുണ്ട്. പക്ഷേ വളരെ സന്തോഷത്തോടു കൂടി പോകുന്നത് നമ്മൾ കണ്ടു. നമുക്കും അത് കാണുമ്പോൾ സന്തോഷം തോന്നും. ഇപ്പോൾ ഈ രേഖയുടെ കാര്യമാണെങ്കിൽ പോലും അഞ്ചാമത്തെ വിവാഹം എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും കുറച്ചുകൂടി പ്രായം ഉണ്ടെങ്കിൽ അതിനുള്ള സാഹചര്യം എന്തായിരിക്കും എന്നുള്ളത് ചിന്തിക്കാം. ഇത് പ്രായം ഉണ്ടെങ്കിൽ എന്താ അതിനുള്ള സാഹചര്യം, പ്രായം ഇല്ലെങ്കിൽ എന്താണ് സാഹചര്യത്തിന് പ്രശ്നം, അത് മനസ്സിലായിട്ടില്ല. പ്രായം ഉണ്ടെങ്കിൽ എന്തൊരു സാഹചര്യം 5ാം വിവാഹത്തിന് ഉണ്ടാവും എന്നാണ് ഇത് പറയുന്നത്. എനിക്ക് മനസ്സിലായിട്ടില്ല. നമുക്ക് ഏതായാലും ബാക്കി കേൾക്കാം. ഒരു കല്യാണം കഴിഞ്ഞ് ഇന്നത്തെ സമൂഹത്തിൽ നമുക്കറിയാം സിറ്റുവേഷൻഷിപ്പ് അല്ലെങ്കിൽ ഒരുമിച്ച് താമസിച്ചോ ഒരുമിച്ച് സ്നേഹത്തോടു കൂടി കുറച്ച് നാൾ മുൻപോട്ട് പോയിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുമെങ്കിൽ മാത്രം കല്യാണത്തിലേക്ക് എത്തുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഇപ്പോൾ ഏറെക്കുറെ എല്ലാവരും അങ്ങനെ തന്നെ ചെയ്യുന്നത്. ഇതിപ്പോൾ 5ാം വിവാഹത്തിലേക്ക് എന്ന് പറയുമ്പോൾ ഇവർ ഈ ന്യൂസ് കാർഡ് 5ാം വിവാഹം എന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തതിൽ നമുക്ക് തെറ്റു പറയാൻ സാധിക്കില്ല. കാരണം ഈ പറയുന്ന താരവും അതിനെ ഹൈലൈറ്റ് ചെയ്താണ് കാണിക്കുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇവർ പറയുന്നതാണ് മാധ്യമങ്ങളിലൂടെ പുറത്തു വരുന്നത്, ഞാൻ 5ാം വിവാഹം കഴിക്കാൻ പോകുന്നു എന്ന് പറയുമ്പോൾ. അതുപോലെ തന്നെ ഏഷ്യാനെറ്റിലെ മറ്റൊരു പ്രമുഖ സീരിയലായിരുന്നു കുടുംബവിളക്ക്. അതിനകത്തെ താരന്റെ ആ നായിക, ആ ഒരു സ്ത്രീ കഥാപാത്രം, എനിക്ക് പേര് കറക്റ്റ് ഓർമ്മയില്ല. അപ്പോൾ അവരും ഇതുപോലെ തന്നെ രണ്ടാമത്തെ വിവാഹം വേർപിരിഞ്ഞ് 3ാം വിവാഹത്തിലേക്ക് പോകുന്നു എന്നൊക്കെ പറയുന്ന സമയത്ത് വലിയ രീതിയിൽ ട്രോൾ ആവുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ 5 എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും അഞ്ചെന്ന് പറയുമ്പോ അഞ്ചിനെന്താ കുഴപ്പം? ഇതിനകത്ത് മനസ്സിലാക്കേണ്ട സാധനം എന്ന് പറഞ്ഞാൽ ഇവര് സംസാരിക്കുന്ന വിഷയങ്ങൾ എന്താണെന്നോ അതെങ്ങനെ പ്രതിധ്വനിക്കുമെന്നോ പോലും അറിയാതാണ് ഇവർ ഈ വിഷയത്തെ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരാള് ഒരു വിവാഹത്തിൽ സെറ്റ് ആയില്ല, അയാൾ 2ാം വിവാഹത്തിലേക്ക് പോകുന്നു, അയാൾ 3ാം വിവാഹത്തിലേക്ക് പോകുന്നു, അയാൾ 4ാം വിവാഹത്തിലേക്ക് പോകുന്നു. നമ്മുടെ നിയമം അനുശാസിക്കുന്ന പ്രകാരം ഒരാളെ വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ ആ ബന്ധം സെറ്റായിട്ടില്ല എങ്കിൽ നിയമപരമായി ആ ബന്ധം വിച്ഛേദിച്ച് മറ്റൊരു ബന്ധത്തിലേക്ക് പോകാൻ നമ്മുടെ നിയമം അനുവദിക്കുന്നുണ്ട്. അങ്ങനെയാണ് അവർ പോയിട്ടുള്ളത്. സ്വാഭാവികമായിട്ടും 4ഉം 5ഉം കല്യാണത്തിലേക്ക് പോകുമ്പോഴത്തേനും സൊസൈറ്റിയിലുള്ള ആളുകൾ പലതും പറയും, മോശമായിട്ടും നല്ലതായിട്ടും എല്ലാം പറയും, അതൊക്കെ പറയും, ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ നിങ്ങൾ ഒരു സോഷ്യൽ മീഡിയയിൽ വന്നിരുന്നിട്ട് ഇത്തരത്തിലുള്ള വിഷയങ്ങളെ കുറിച്ച് സംസാരിക്കുമ്പോഴത്തേനും
അതിനെ അവഹേളിക്കുന്ന തരത്തിലാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ പബ്ലിക് ഡൊമൈനിലാണ് സംസാരിക്കുന്നത്, നിങ്ങൾ മറ്റ് ആൾക്കാരിലേക്ക് എത്തിക്കാനായിട്ടാണ് ഈ സാധനം സംസാരിക്കുന്നുള്ള ബോധം കൂടെ നിങ്ങൾക്ക് വേണം. വിവാഹമോ എന്ന് ചോദിക്കുന്ന കാര്യങ്ങൾ എനിക്ക് തോന്നുന്നു ഇത് ഓരോരുത്തരുടെ പെർസ്പെക്റ്റീവിന്റെ എനിക്ക് 5ാം വിവാഹത്തെ കേട്ടിട്ട് എനിക്ക് അങ്ങനെ അതിൽ പ്രത്യേകിച്ച് കഴിഞ്ഞതാണോ? എന്റെ വിവാഹം കഴിഞ്ഞിട്ടില്ലാത്തതുകൊണ്ടാണ് അങ്ങനെ ചിന്തിക്കുന്നത്, മനസ്സിലായോ? ഓക്കെ, ഇത് ഇവര് പറയുന്നതിനകത്ത് ഒരു വാലിഡ് പോയിന്റ് ഉണ്ട്. വിവാഹം കഴിഞ്ഞ ആളുകൾക്ക് വിവാഹത്തിനെ കുറിച്ചുള്ള പെർസ്പെക്റ്റീവ് വേറെയും വിവാഹം കഴിയാത്ത ആളുകൾക്ക് വിവാഹത്തിനെ കുറിച്ചുള്ള പെർസ്പെക്റ്റീവ് മറ്റൊന്നുമായിരിക്കും. ഇത് കാലാകാലങ്ങളിൽ നമ്മൾ കേൾക്കുന്ന ഒരു സാധനമാണ്. പക്ഷേ ഈ പെൺകുട്ടി പറഞ്ഞു വെക്കുന്നത് നിങ്ങളുടെ വിവാഹം കഴിഞ്ഞാണോ, വിവാഹം കഴിയുമ്പോൾ മനസ്സിലാകും എന്ന് ഒരു സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് പബ്ലിക്കായിട്ട് പറയുമ്പോൾ അതിന്ന് കേൾക്കുന്നവരോട് മനസ്സിലാക്കുന്നത് നിങ്ങളുടെ ഭർത്താവ് നിങ്ങളെ എന്ത് മോശമായിട്ടുള്ള രീതിയിലാണ് ട്രീറ്റ് ചെയ്തതെന്നൊരു ചോദ്യം ഇതിനകത്ത് വരും. അപ്പൊ സോഷ്യൽ മീഡിയയിൽ വന്ന് നമ്മൾ ഓരോന്ന് പറയുമ്പോഴത്തേനും നമ്മളെ പറയുന്നതിനകത്ത് ബേസിക് കോമൺ സെൻസ് യൂസ് ചെയ്തിട്ട് സംസാരിക്കാൻ ശ്രമിക്കുക. ഓക്കെ, ബാക്കി എത്തിയാൽ അത് കുറച്ചുകൂടി സക്സസ് ആവാൻ സാധ്യതയുണ്ട്. എന്നാൽ പോലും 4-5 വർഷങ്ങളൊക്കെ ലിവ് ഇൻ റിലേഷൻഷിപ്പ് ഉണ്ടായിട്ട് ഇത് 100% സക്സസ്ഫുൾ ആയിരിക്കുമെന്ന് വിചാരിച്ച് വിവാഹം കഴിച്ചവർ പോലും പിരിയുന്നുണ്ട്. ഇതൊക്കെ ഓരോ സാധ്യതകളാണ്. അതെ, ഈ ഒരു ബന്ധനത്തിലേക്ക് ഒരുപക്ഷെ പോകാതിരിക്കുക എന്നുള്ളതാണ്. അതായത് കല്യാണം എന്ന ബന്ധനത്തിലേക്ക് പോകാതിരിക്കുക എന്നുള്ളതാണ് കറക്റ്റ്. നിങ്ങൾ പ്രോഗ്രസീവായിട്ട് ചിന്തിക്കുന്നതിനൊന്നും എനിക്ക് പ്രശ്നമൊന്നുമില്ല. ഞാൻ അത്ര പ്രോഗ്രസീവ് ചിന്താഗതിയുള്ള ആളൊന്നുമില്ല. ഞാനത് പല വീഡിയോസിലായിട്ട് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നിങ്ങൾ പറയുമ്പോഴത്തേനും നമ്മുടെ ഈ മനുഷ്യൻ എന്ന് പറയുന്ന ആൾക്കാര് പല സിസ്റ്റത്തിലും പല സ്ട്രക്ചറിലും അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഈ വിവാഹം എന്ന് പറയുന്ന ഒരു സാധനം അല്ലെങ്കിൽ അങ്ങനെ ഒരു സാധനത്തിലേക്ക് കടക്കണ്ട എന്ന് പറഞ്ഞ് നിങ്ങൾ മുന്നോട്ട് പോകുമ്പോഴത്തേനും എന്ത് മെസ്സേജാണ് നിങ്ങൾ വരുന്ന ഒരു തലമുറയ്ക്ക് കൊടുക്കുന്നത്? അപ്പൊ വിവാഹം എന്നൊരു സാധനത്തിലേക്ക് നമ്മൾ പോകുന്നില്ല. ശരി, വിവാഹം എന്നൊരു സാധനത്തിലേക്ക് അങ്ങനെ എടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ പോകണ്ട. എന്നിട്ട് ഇത്തരത്തില് മനുഷ്യന്റെ ശാരീരികമായിട്ടുള്ള വികാരങ്ങൾ തീർക്കാൻ പല പരിപാടികളും നടത്തുകയും അതിനുശേഷം അവൻ എന്നെ 15 തവണ, അവൻ എന്നെ 32 തവണ, അവൻ എന്നെ 108 തവണ അങ്ങനെ വന്നും വരുന്നതിനോട് എന്താ നിങ്ങളുടെ അഭിപ്രായം? ഈ വിവാഹം എന്ന് പറയുന്നത് മനുഷ്യൻ ഒരാളിൽ തന്നെ അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയിൽ തന്നെ അടിസ്ഥാനമാക്കി ജീവിതം മുന്നോട്ട് പോവുക, അതിൽ നിന്ന് മക്കളെ ഉണ്ടാക്കുക, അതിൽ നിന്നും ആ മറ്റൊരു കുടുംബത്തിന് ജന്മം നൽകുക, ഇതൊക്കെയാണ് അതിന്റെ ഒരു ആശയം എന്ന് പറയുന്നത്. ആ ഒരു സ്ട്രക്ചർ അതൊന്നും വേണ്ട, അതൊക്കെ എടുത്ത് കളഞ്ഞു എന്നൊക്കെ പറയുന്നുണ്ട്. ഇവര് ഈ വിവാഹം എന്ന സാധനമേ വേണ്ട എന്നുള്ള രീതിയിൽ സംസാരിക്കുന്നുണ്ട്. നമുക്ക് ഇറങ്ങിപ്പോകണമെന്ന് തോന്നുമ്പോൾ അപ്പൊ ഇറങ്ങിപ്പോകാൻ പറ്റണം. ഈ ഒരു രീതിയിലൊക്കെയാണ് ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നവരുണ്ടാവും, എനിക്കത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. സ്വാഭാവികമായും കല്യാണം എന്ന് പറയുന്ന ബന്ധനം തന്നെയാണ്. ഒരിക്കലും എത്രയൊക്കെ നമ്മൾ ഫ്രീഡം ഉള്ള അല്ലെങ്കിൽ നമ്മൾ പുറമേ ഉള്ള ചിലരുടെ ലൈഫ് കാണുമ്പോൾ കല്യാണം കഴിഞ്ഞാലും അവൾ എത്ര ഹാപ്പി ആയിട്ട് അവൾ എന്ത് എൻജോയ് ചെയ്യുന്നുണ്ട്, അവളുടെ ലൈഫ് അവൾ സ്വന്തമായിട്ട് അവളുടേതായിട്ടുള്ള ഇഷ്ടങ്ങൾക്ക് അനുസരിച്ച് ജീവിക്കുന്നുണ്ട്. കല്യാണം കഴിഞ്ഞുള്ള ഒരു റെസ്ട്രിക്ഷനും അവൾക്കില്ല എന്ന് ചിന്തിക്കുന്ന ഈ കല്യാണം കഴിഞ്ഞ് അവൾക്ക് റെസ്ട്രിക്ഷൻ ഇല്ല എന്ന് പറയുമ്പോൾ റെസ്ട്രിക്ഷൻ ഉണ്ടെന്ന് നിങ്ങൾ ചിന്തിക്കുമ്പോൾ കല്യാണം കഴിയുമ്പോൾ അവന് റെസ്ട്രിക്ഷൻ ഉണ്ട്. അതുകൂടെ നിങ്ങൾ മനസ്സിലാക്കുക. സ്ത്രീകളെ മാത്രം പിടിച്ച് പൂട്ടിവിടുകയല്ല, പുരുഷനും അതേപോലത്തുള്ള ബന്ധനങ്ങളും കാര്യങ്ങളും ഒക്കെ വരുന്നുണ്ടെന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഈ ഒരു ചാനൽ, അതായത് ഈ ഒരു ഇന്റർവ്യൂ ഏറെ ചെയ്ത് ഈ ഒരു പോഡ്കാസ്റ്റ് ഏറെ ചെയ്ത ചാനൽ എന്നെ കാണുകയാണെങ്കിൽ നിങ്ങൾ ഒരു പോഡ്കാസ്റ്റ് നടത്തുമ്പോഴത്തേനും എതിരെതിരെ അഭിപ്രായമുള്ള ആളുകളെ പിടിച്ചിരുത്തിട്ട് വേണം സംസാരിപ്പിക്കാൻ, അല്ലെങ്കിൽ എതിരെതിരായിട്ടുള്ള ആശയങ്ങൾ വേണം സംസാരിക്കാൻ. അല്ലാതെ രണ്ടുപേരും ഇരുന്ന് ഒരേ ആശയങ്ങൾ ഒരേപോലെ ഒരേ മണ്ടത്തരങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനെ അല്ല നിങ്ങൾ സൊസൈറ്റിയിലേക്ക് ഇറക്കി വിടേണ്ട സാധനം എന്നുള്ളത് നിങ്ങളൊന്ന് മനസ്സിലാക്കുക. ഒരാൾ അതിനെ അനുകൂലിച്ചും ഒരാൾ അതിനെ എതിർത്ത് സംസാരിക്കുന്നതാണ് ആ സാധനത്തിന്റെ പവർ ഉണ്ടാകുക. ഇപ്പോ നമ്മൾ ഡിബേറ്റ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെയാണ് സംഭവിക്കുന്നത്. അല്ല, നിങ്ങൾ ഒരേ വിഷയങ്ങളെ കുറിച്ചായിട്ടാണ് രണ്ടുപേരും അനുകൂലിച്ച് സംസാരിക്കുന്നതെങ്കിൽ നിങ്ങൾ പറയുന്നത് കറക്റ്റ് ആയിരിക്കണം. നിങ്ങൾ പറയുന്നത് മൊത്തം ഫൂളിഷ്നെസ് ആണ് കേട്ടോ. ഇൻഫ്ലുവൻസേഴ്സിനെ പോലും നമ്മൾ കാണുമ്പോൾ നമ്മൾ പറയുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ചിന്നു പാപ്പു എന്ന് പറയുന്ന ഒരു ഇവരുടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇവര് നമ്മൾ ഈ കളിയാക്കി പറയില്ല ഒരു കുടുംബശ്രീ സെറ്റപ്പ് എന്ന്, ആ സെറ്റപ്പിലാണ് ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവരാദ്യം ഇവരെ കുറിച്ച് സംസാരിക്കുന്നു. ഇവരെ കുറിച്ച് സംസാരിച്ചതിന് ശേഷം ചിന്നു പാപ്പുവിലേക്ക് പോകുന്നു. ചിന്നു പാപ്പു എന്ന് ലെനയെ പറയുന്നു. ലെനയിൽ നിന്നും മല്ലു ഫാമിലിയെ പറയുന്നു. നിങ്ങൾ ഏത് വിഷയത്തിലാണ് സംസാരിക്കുന്നത്? പോഡ്കാസ്റ്റ് എന്ന് പറയുമ്പോഴത്തേനും നമുക്കൊരു സ്ട്രക്ചർ ഇല്ലാതെ ഏത് വിഷയത്തെ കുറിച്ച് സംസാരിക്കാം എന്നുള്ളതാണെങ്കിൽ പോലും നിങ്ങളൊരു ടോപ്പിക് എടുത്ത് സംസാരിക്കുമ്പോൾ ആ ടോപ്പിക് എന്ന ചട്ടക്കൂടിനകത്ത് നിൽക്കണ്ടേ? നിങ്ങൾ ചുമ്മാ എല്ലാരും അങ്ങ് കുറ്റം പറയാണ്. രേഖാരതീഷിനെ നോക്കുമ്പോഴത്തേനും അയ്യോ മല്ലു ഫാമിലി, അയ്യോ ലെനയുടെ ഫാമിലി എന്ന് പറഞ്ഞിട്ട് അങ്ങ് പോവാണ്. നിങ്ങൾ ആ ഒരു വിഷയത്തിന് അടിസ്ഥാനമാക്കി പറയുക. എന്തിനാണ് അവരെ മറ്റുള്ള ഒരു ഇൻഫ്ലുവൻസറിന് ഒരു സിനിമാ താരത്തിനോ അനാവശ്യമായി ഈ ഒരു ടോപ്പിക്കിലേക്ക് വലിച്ചിരുന്നത്? അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് റെഫറൻസ് ചെയ്യേണ്ട, കോട്ട് ചെയ്യേണ്ടതിന് സാധനം ഉണ്ടെങ്കിൽ നിങ്ങൾ അത് കോട്ട് ചെയ്യുന്നത് ന്യായമായിട്ടുള്ള കാര്യം. ബ്ലോഗറുടെ അല്ലെങ്കിൽ ഒരു ഇൻഫ്ലുവൻസറുടെ ഹാപ്പി ആയിട്ടുള്ള, എനിക്ക് പേഴ്സണലി അറിയുന്ന ഒരു ഇൻഫ്ലുവൻസർ ഇത്തരത്തിൽ അവരുടെ ഈ പറയുന്ന വ്യക്തിയുടെ റീൽസും വലിയ രീതിയിൽ ഹാപ്പിയാണ്. പക്ഷെ വിവാഹം എന്ന് പറയുന്നു, കല്യാണം കഴിക്കട്ടെ, അവരുടെ ആഗ്രഹം പോലെ അവർ ജീവിക്കട്ടെ, ഇതെങ്കിലും സക്സസ് ആക്കി കൊടുക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാനേ സാധിക്കുള്ളൂ. കാരണം ഇനി ഒരു തവണ കൂടി ഇതും ഫ്ലോപ്പ് ആയി കഴിഞ്ഞാൽ ഒരിക്കലും ഈ പാർട്ട്നേഴ്സിനെ കുറ്റം പറയില്ല. തീർച്ചയായിട്ടും 2 തവണ ഫ്ലോപ്പ് ആയി 3ാമതും ഫ്ലോപ്പ് ആകുമ്പോൾ ഇതെല്ലാം ആ സ്ത്രീയുടെ കുഴപ്പമാണ് എന്ന് വരെ പറഞ്ഞു തരുന്ന സമൂഹമാണ് നമ്മുടെ മെയിൽ ഓറിയന്റഡ് സൊസൈറ്റിയുടെ പ്രശ്നമാണ്. ഇപ്പൊ മെയിൽ ഓറിയന്റഡ് സൊസൈറ്റിയോ ഫീമെയിൽ ഓറിയന്റഡ് ആണ് ഇപ്പൊ സൊസൈറ്റി പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഒരു പെണ്ണ് വന്ന് ഒരു പരാതി ഉന്നയിച്ചു കഴിഞ്ഞാൽ ആ ആണിനോട് നീ ചെയ്തോടാ, എന്തിനാണ് അതിന്റെ സത്യം എന്ന് പോലും ചോദിക്കാതെ അവനെ പ്രഖ്യാപിച്ചത്.
അപ്പോഴാണ് ലോറി രതീഷിന്റെ മുൻ ഭർത്താക്കന്മാർ എത്ര വിവാഹം കഴിച്ചു എന്ന് ആരും ചിന്തിക്കുന്നില്ല. ഇവരെന്തുകൊണ്ട് ഇത്ര വിവാഹം കഴിച്ചു എന്നാണ് ചിന്തിക്കുന്നത്. 7-8 വിവാഹം. ഇതാ ഞാൻ പറയുന്നത്, നിങ്ങൾ ഫൂളിഷ്നെസ് ആണ് പറയുന്നത് എന്നുള്ളത്. എന്തുകൊണ്ടാണ് രേഖാ രതീഷ് ഇത്ര കല്യാണം കഴിച്ചു എന്ന് ചിന്തിക്കുന്നതും അവര് കെട്ടിയ പുരുഷന്മാര് ഇത്ര കെട്ടിയിട്ടില്ല എന്ന് പറയുന്നതും. ഈ രേഖാ രതീഷ് എന്ന് പറയുന്ന ഒരു സെലിബ്രിറ്റിയാണ്, അവരൊരു പോപ്പുലർ ഫിഗറാണ്, പബ്ലിക് ഫിഗറാണ്. അതുകൊണ്ടാണ് അവരുടെ വിഷയത്തെ കുറിച്ച് ചർച്ച ചെയ്യുന്നത്. പണ്ട് ഇവിടെ കഞ്ചാവ് കേസിന് ഒരു MLA മകനെ പിടിച്ചു. അന്ന് ആ MLA മകൻ അതിനകത്ത് 9ാം പ്രതിയാണ്. പക്ഷെ ഈ 9ാം പ്രതിയുടെ പേരാണ് പറയുന്നത്. നമ്മുടെ ദിലീപിന്റെ കേസ് ഏതാ, മറ്റേ ഇരയെ ഇതാക്കിയ പൾസർ സുനിയുടെ കേസ്, അതിനകത്ത് ദിലീപ് എത്രാമത്തെ പ്രതിയാണ്, പക്ഷെ അതിനകത്ത് ദിലീപിന്റെ പേരാ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ടാണ്? അയാളാണ് കൂടുതൽ പോപ്പുലർ. ആ ഒരു വിഷയം കൊണ്ടാണ് ആ സാധനം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതും അവരും മനസ്സിലാക്കാനുള്ള ബോധം ഇവർക്ക് നഹി എന്ന് പറഞ്ഞ നഹി. ഇറങ്ങി വരാൻ സ്പേസ് ഉണ്ടാവുക എന്നതാണ്. ഒരു ബന്ധം തുടങ്ങുമ്പോൾ നമ്മൾ ആദ്യം പറയേണ്ടത്, എനിക്കിതിൽ എന്ന് പറ്റില്ല എന്ന് തോന്നുന്നു, അന്ന് ഞാൻ ഇറങ്ങി പോകാൻ പറ്റുന്ന സ്വാതന്ത്ര്യം, എനിക്ക് നോ പറയാൻ പറ്റുന്ന സ്വാതന്ത്ര്യം ഉണ്ടാകണം. ഇവരെന്താ പറയണ്ടേ? ഒരു ആണും പെണ്ണും കൂടെ പ്രണയിക്കുന്നു, കല്യാണം കഴിക്കാൻ പോകുന്നു. ആദ്യം പറയുന്നു അത് കല്യാണം കഴിക്കുന്നതൊക്കെ ഓക്കെ, പക്ഷെ എനിക്ക് എപ്പോ വേണ്ടെന്ന് തോന്നുന്നു അപ്പൊ ഞാൻ ഇറങ്ങിപ്പോകും. ഓക്കെ ആണോ? ഓക്കെ ആണെങ്കിൽ നമ്മൾ ഇപ്പൊ കിട്ടും. എനിക്ക് വേണ്ടെന്ന് അപ്പൊ ഞാൻ ഇറങ്ങിപ്പോകും. ഇതിനെ നമ്മുടെ നാട്ടിൽ വേറൊരു പേര് പറയും. ആ പേര് സമൂഹ മാധ്യമങ്ങളിൽ മുമ്പ് പറയാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ പറയുന്നില്ല. നിങ്ങൾ എന്തൊരാശയമാണ് ഈ തുറന്നു വിടാൻ ശ്രമിക്കുന്നത്? ഒരാണോ ഒരു പെണ്ണിൽ മാത്രം കെട്ടി ഒതുങ്ങി നിൽക്കാൻ പാടില്ല, അല്ലെങ്കിൽ ഒരു പെണ്ണ് ഒരാണിൽ മാത്രം നിൽക്കാൻ പാടില്ല. എനിക്ക് എപ്പോ വേണ്ടെന്ന് തോന്നുന്നു അപ്പൊ എനിക്ക് ഇറങ്ങിപ്പോകാൻ പറ്റണം. അങ്ങനെ അത്രയും പ്രോഗ്രസീവ് ചിന്താഗതിയിൽ പറഞ്ഞ നിങ്ങളാണ് അവരുടെ 5 വിവാഹത്തിന് ട്രോളിക്കൊണ്ടിരിക്കുന്നത്. മനസ്സിലായോ? റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഉണ്ടാവേണ്ട ബേസിക് കോൺവെർസേഷൻ അതാണ്. അതിൽ നിന്നാണ് ബാക്കി ബന്ധം ഉണ്ടാകേണ്ടത്. പോസിബിൾ ആണ്, എത്ര പേരുടെ നടക്കുന്നുണ്ട്, ഒരിക്കലും പോസിബിൾ അല്ല. ഇത് എനിക്ക് തോന്നുന്നു ഒരു 5% ആൾക്കാർ ഇതെല്ലാം സമ്മതിക്കും. ഫുള്ള് മണ്ടത്തരം മാത്രം പറയാൻ വേണ്ടിട്ട് ഇവർ രണ്ടുവന്നിരിക്കുകയാണ്. ഇത് നിങ്ങൾക്ക് തന്നെ എങ്ങനെ ഇത് സോഷ്യലി റിലവന്റ് ആണ്, ഇത് പബ്ലിക്കിലേക്ക് വിടാൻ പറ്റുമെന്ന് ചിന്തിച്ചു എന്ന് പോലും എനിക്ക് മനസ്സിലായിട്ടില്ല. ഇനി ഇന്ന് ഇവര് മറ്റൊരു വീഡിയോ, അതായത് ഇവര് പറഞ്ഞ സാധനം വെച്ചിട്ടാണ് ഈ രേഖാ രതീഷ് പ്രശ്നം ഉണ്ടാക്കിയെന്ന് പോലും മനസ്സിലാകാതെ ഇവര് തന്നെ വന്നിരുന്ന് വേറെ ഏതോ ആൾക്കാരെ കുറ്റം പറഞ്ഞിട്ട് സാധനം ചെയ്യുന്നുണ്ട്. നീലക്കുയിലിനൊക്കെ കുറ്റം പറയാം, നമുക്കത് കാണാം. ജീവിതം എന്ന് പറയുന്ന പരിപാടിയിൽ ഇവരും ഇവരുടെ 2ാം ഭർത്താവും ഭർത്താവിന്റെ ആദ്യ ഭാര്യയും ഒരുമിച്ചുണ്ടായിരുന്നു. അപ്പോൾ ഈ ഭർത്താവിന്റെ കൈ പിടിച്ച് ഇവനെ എനിക്ക് വേണം, ഇത് ഞാൻ എടുക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് പോകുമ്പോൾ ആ ഇരുന്ന ഭാര്യയുടെ ഭാഗത്ത് നിന്നുണ്ടായിരുന്ന ഇമോഷൻസ് എന്തൊക്കെയാണ്, അവർ എത്രത്തോളം വിഷമിച്ചിട്ടുണ്ടാകാം. ആ പുരുഷനിലുള്ള കുട്ടിയെയാണല്ലോ നീ ഇപ്പോഴും 3ഉം 4ഉം 5ഉം വിവാഹം കഴിക്കുമ്പോഴും കൂടെ വളർത്താൻ ശ്രമിക്കുന്നത്. സിംഗിൾ മദർ ആണെന്ന് പറയുമ്പോൾ ഇപ്പോൾ അവൻ ആദ്യ ഭാര്യയെ തേച്ചതുപോലെ അല്ലെങ്കിൽ ആദ്യ ഭാര്യയെ കളഞ്ഞതുപോലെ തന്നെ നിന്നെയും കളഞ്ഞില്ലേ എന്ന് ചോദിക്കുന്ന ഒരു സമൂഹം, അല്ലെങ്കിൽ അങ്ങനെയാണ് അതിനകത്ത് എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒരാളുടെ ഭർത്താവിനെ വശീകരിച്ചു കൊണ്ടുപോയി എന്ന് പറയുന്ന ഒരു നിലയിലേക്കാണ് കാര്യങ്ങൾ എത്തിക്കുന്നത്. പിന്നെ ഈ യൂട്യൂബർമാരുടെ കാര്യം പറഞ്ഞത്, ഇതിനൊക്കെ എന്താണ് ഇതിനൊക്കെതിരെ പറയേണ്ടതെന്ന് എനിക്കറിയില്ല. ഇവരുടെ ഒരു പോഡ്കാസ്റ്റിന്റെ മെയിൻ രീതിയായിട്ട് എനിക്ക് മനസ്സിലായത്, ഇവർക്ക് പറയാനുള്ള അവരാതെ മൊത്തം ഇവരങ്ങ് പറയുന്നു. പറഞ്ഞതിന് ശേഷം ഇവർ പറയുന്നു അങ്ങനെയാണ് നമ്മുടെ ഇപ്പോഴത്തെ സമൂഹത്തിൽ ചോദ്യം ചെയ്യുന്നത്, അപ്പോൾ അങ്ങനെ ചിന്തിക്കുന്ന ഒരു സമൂഹം ആളുകൾ ഇവിടെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഇവരങ്ങ് കാര്യങ്ങൾ പറയാണ്. നമുക്ക് ബാക്കിയാണ് കേൾക്കേണ്ടത്. സെലിബ്രിറ്റീസിന് പുറത്തിറങ്ങാൻ പറ്റാത്ത നിലയിലേക്ക് യൂട്യൂബർമാർ മാറിയിട്ടുണ്ട്. അത് നമ്മളെപ്പോലെ ഈ ഒരു വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നവരോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ചാനലുകളല്ല, മറിച്ച് ചില ഓൺലൈൻ മാധ്യമങ്ങൾ അവരുടെ ക്യാമറയും മൈക്കും പിടിച്ചുകൊണ്ട് ഇവരുടെ പിന്നാലെ പോകുന്ന ഒരു സാഹചര്യം. പക്ഷികളെയാണോ ഉദ്ദേശിക്കുന്നത്? അതെ, അങ്ങനെ അവരെയും ഉദ്ദേശിക്കുന്നത് നിറമുള്ള പക്ഷികൾ. അങ്ങനെ കുറച്ചധികം യൂട്യൂബർമാരുണ്ട്. അപ്പോൾ ഈ പറയുന്ന രേഖ ആയിക്കോട്ടെ, രേഖയെന്നല്ല, ഒരു ചെറിയ ഏതെങ്കിലും രീതിയിൽ ഫേമസ് ആയ ആരെങ്കിലും പുറത്തിറങ്ങുമ്പോൾ തന്നെ മൈക്കും ക്യാമറയും പിടിച്ചുകൊണ്ട് അവരെങ്ങനെ അറിയില്ല ഇത്ര അപ്ഡേഷൻസ് ഒക്കെ കാര്യങ്ങളൊക്കെ. ഇത് നൈസിന് നീലക്കുയിലിന് പ്രലിക്കോട്ട് വെച്ചു കൊടുക്കാനുള്ള പരിപാടിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നല്ല കാര്യമാണ്, അവരുടെ പ്രലിക്കോട്ട് വെച്ച് കൊടുത്തോളൂ. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ വിഷയത്തെ കുറിച്ച് അനാവശ്യമായി ചർച്ച ചെയ്ത് ഇപ്പൊ അത് സമൂഹ മാധ്യമത്തിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത് നിങ്ങളാണെന്നുള്ളത് മനസ്സിലാക്കുക. നിങ്ങൾ എന്നിട്ട് പറയുന്നത് നീലക്കുയില് അവിടെ ഇവിടെയൊക്കെ ക്യാമറ തൂക്കിക്കൊണ്ട് പുറകെ പോകുന്നുണ്ട്. നിങ്ങൾ അങ്ങനെ പറയുമ്പോൾ നിങ്ങളത് ചെയ്യാൻ പാടില്ല. നിങ്ങൾ ക്യാമറയും പൊക്കിക്കൊണ്ട് പോകുന്നില്ലെങ്കിൽ പോലും നിങ്ങളുടെ ഒരു പോഡ്കാസ്റ്റിനകത്ത് നിങ്ങൾ എത്ര വ്യക്തിത്വങ്ങളെ കുറിച്ച് നിങ്ങൾ ഒരു ടോപ്പിക് എടുത്തിട്ട് ആ ടോപ്പിക്കിനകത്ത് പല ആളുകളെയും ആവശ്യമില്ലാതെ കോട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ഈ രേഖാ രതീഷിനെ കുറിച്ച് പറഞ്ഞതിനകത്ത് തന്നെ ലെനെ കോട്ട് ചെയ്യുന്നു, മല്ലു ഫാമിലിനെ കോട്ട് ചെയ്യുന്നു, ചിന്നു പപ്പുവിനെ കോട്ട് ചെയ്യുന്നു. ചിന്നു പപ്പു ഓക്കെ ഞാൻ സമ്മതിക്കുന്നു, കുടുംബ പ്രശ്നമായിട്ട് ബന്ധപ്പെട്ട് ഈ ലെനേനെയും സുജിനെയൊക്കെ എന്തിനാണ് അനാവശ്യമായിട്ട് ആ ഒരു കോൺട്രവേഴ്സിയിലേക്ക് വലിച്ചിരുന്നത്? ഇത് ഒരു തരത്തിൽ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന സാധനമല്ല. ഇവർ പോഡ്കാസ്റ്റ് എന്ന് പറഞ്ഞ് ചെയ്യുന്ന സാധനങ്ങൾ. ഈ ഒരു പോഡ്കാസ്റ്റിന്റെ ചാനലിന്റെ മാനേജ്മെന്റ് ആരെങ്കിലും എന്നെ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ചും കൂടെ സോഷ്യലി റിലവന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ചിന്തിച്ചു കൊടുക്കാൻ ശ്രമിക്കുക. എന്തായാലും കൊള്ളാം. രേഖാ രതീഷ് ഇവരുടെ പേരെടുത്ത് പറയേണ്ടതായിരുന്നു. ഇവർക്കെതിരെ നിങ്ങൾക്ക് അങ്ങനെ ഇഷ്യൂ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് കംപ്ലൈന്റ് ആയിട്ട് പുറത്തു പോകുക. എല്ലാ യൂട്യൂബർമാരെയും ഇതിനെതിരെ നിർത്താതിരിക്കുക. എന്തായാലും ഈ വിഷയത്തിൽ നിങ്ങളുടെ തീർച്ചയായിട്ടും കമന്റുകളെ